ഹേ ഗൈസ്, ഞാൻ ഇന്നുള്ളത് കാലിക്കറ്റ് SM സ്ട്രീറ്റിലാണ്, നമ്മുടെ മിഠായി തെരുവിൽ. അവിടെ ഡ്രസ്സിൻ്റെ നല്ല കളക്ഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യത്തെ ഇതിന് കാലിക്കറ്റിന് ഡ്രസ്സ് എടുക്കാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് കയറിയത് ബോയ്സിൻ്റെ ഡ്രസ്സ് ഷോപ്പിലാണ്, സ്ട്രീറ്റ് ലൈഫിലാണ്. ബോയ്സിൻ്റെ വെറൈറ്റി മോഡൽ ഡ്രസ്സുകളാണ് സ്ട്രീറ്റ് ലൈഫിൽ എനിക്ക് കാണാൻ പറ്റിയത്. നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളത്. ബോയ്സിന് പറ്റിയ ഹെയർ ബാൻഡ്, കൂളിംഗ് ഗ്ലാസ്, പിന്നെ ക്യാപ്പ്, അതൊക്കെ വെറൈറ്റി മോഡലായിട്ടുള്ളതാണ് ലൈഫ് സ്റ്റൈലിൽ കണ്ടത്. എൻ്റെ ചെറിയ മോൻ ഹെയർ ബാൻഡൊക്കെ വേണം നല്ല കുറച്ച് വാശിയൊക്കെ പിടിച്ചു. പിന്നെ ക്യാപ്പ് വേണമെന്ന് പറഞ്ഞു. റേറ്റ് കുറച്ച് കൂടുതലായത് കൊണ്ട് അത് വേണ്ട, നമുക്കിത് വേണ്ട തന്നെ മാറ്റിയൊക്കെ വെച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് 2-3 ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നീട് ഞങ്ങൾ പോയത് ടോപ്പ് മാളിലാണ്. ലേഡീസിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കുമായിരുന്നു അവിടെ. ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2-3 ഡ്രസ്സുകളൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ ഞങ്ങൾ പോയത് ചെറിയ മോനിക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ ഇക്കാൻ്റെ ഷോപ്പിലാണ് പോയത്. അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷർട്ടും ഒരു പാൻറ്റൊക്കെ എടുത്തു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴ തുടങ്ങി. അപ്പം ഞങ്ങൾ കയ്യിലുള്ള കുടയൊക്കെ എടുത്തു. പോന്നാണ് ഈ കുട്ടീനെ എടുത്തുകൊണ്ട് നല്ല മഴ. അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല കോഴിക്കോടൻ ഹലുവയും കുറേ സ്വീറ്റ്സൊക്കെ ഉള്ള ഷോപ്പൊക്കെ കണ്ടു. മേടിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഡയറ്റിലല്ലേ, മേടിച്ചാൽ ഞാൻ തന്നെ കഴിച്ചു പോകും. അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയാൽ സമയം പോകുന്നത് അറിയത്തേയില്ല. ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ കഴിയുമ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ട്. വിശപ്പൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു വെജ് ഹോട്ടലിൽ കയറി. അവിടുന്ന് അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പിന്നെ കോഴിക്കോട് വന്നതല്ലേ, നമുക്കെന്നാൽ കോഴിക്കോട് ബീച്ചിലും പോകാമെന്ന് വിചാരിച്ച് അവിടെ കുറച്ച് നേരം ഇരിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ബീച്ചിലേക്കും കൂടി പോയി. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ടൈം അവിടെ ഇരുന്നു. അപ്പോൾ അങ്ങനെ ഗൈസ്, എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.